ഗുഡ് മോർണിംഗ് ടു ഓൾ. ഒരു അഡ്വൈസാണ്, ഭൂമിയിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള അഡ്വൈസാണ്. അതിരാവിലെ ഉണരണം. ഉണർന്നു കഴിഞ്ഞാൽ ശരീരശുദ്ധി വരുത്തി ഈശ്വരനെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഈശ്വരനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ പുസ്തകവും എടുത്ത് വായിക്കാവുന്നത്രയും പേജുകൾ പല പ്രാവശ്യം വായിക്കണം. സ്കൂളിൽ കൂട്ടുകൂടാൻ പോകുമ്പോൾ നല്ല കൂട്ടുകാരോട് കൂടെ വേണം കൂട്ടുകൂടാൻ. ദുർവർത്താനം പറയുന്നവരോടും ദുർചിന്തയുള്ളവരോടും ദുർശീലങ്ങൾ കാണിക്കുന്നവരോടും ഒരകലം കാണിക്കണം. അവരോട് കൂടുതൽ അടുക്കരുത്. നല്ല വർത്തമാനം പറയുന്ന കുട്ടികൾ, നല്ല ഉപദേശം തരുന്ന കുട്ടികൾ, നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾ, അവരെ വേണം തിരഞ്ഞെടുക്കാൻ. നിങ്ങളുടെ ക്ലാസ്സിൽ മോശം സ്വഭാവമുള്ള കുട്ടികളെ നിങ്ങൾ അഡ്വൈസ് ചെയ്യണം. ആരും കേൾക്കാതെ അവനെ വിളിച്ച്, എടാ നിൻ്റെ ഈ ദുർസ്വഭാവമൊക്കെ നിർത്തി നിനക്ക് നല്ല രീതിയിൽ ജീവിച്ചുകൂടെ എന്ന് വിളിച്ച് അഡ്വൈസ് ചെയ്യണം. ഓരോ കുട്ടിയോടും, നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും നിങ്ങൾ സംസാരിക്കണം. അവരുടെ മനസ്സറിയണം, അവരുടെ ദുഃഖങ്ങൾ അറിയണം, മനപ്രയാസം അറിയണം. എന്നിട്ട് അവരെ വേണ്ട തരത്തിൽ ഉപദേശിക്കണം. നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. അതിരാവിലെ ഉണരണമെന്നും പുസ്തകങ്ങളെല്ലാം ദിവസവും വായിക്കണമെന്നും അവധി ദിവസങ്ങൾ വരുമ്പോൾ എല്ലാ പുസ്തകവും എടുത്തു വെച്ചിട്ട് പിന്നെ അത് എല്ലാം ആഴ്ച പഠിപ്പിച്ചത് മുഴുവൻ വായിക്കണമെന്നും ഒക്കെ ഉപദേശിക്കണം. മാത്സ് അറിയാൻ മേലെങ്കിൽ മാത്സ് അറിയാവുന്ന ആരുടെയും അടുക്ക പോയി അത് മനസ്സിലാക്കാൻ പറയണം. ഞാൻ ഇവിടെ മാത്സിന് ക്ലാസ് ഇടുന്നുണ്ട്. ഫ്രാക്ഷനെ പറ്റി, ഓൾജിബ്രയെ പറ്റി, പിന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ ഡെസിമൽസ്, ഇങ്ങനെ പല വിഷയങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ ഒരു ഒന്നാം ക്ലാസ്സിലെയോ രണ്ടാം ക്ലാസ്സിലെയോ ആയിട്ടല്ല, ജനറലായിട്ടാണ് ക്ലാസ് ഇടുന്നത്. അത് ഗാർഡിയൻസിന് വേണ്ടിയാണ്. ഗാർഡിയൻസ് അത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ശരി. അമ്മയാണ് കൂടുതലും പഠിപ്പിക്കേണ്ടത്. അച്ഛൻ പഠിപ്പിച്ചാൽ, ആര് പഠിപ്പിച്ചാലും കുഴപ്പമില്ല, പക്ഷേ സ്നേഹത്തോട് വേണം പഠിപ്പിക്കാൻ. 4+3=7 എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് പറയത്തില്ല. നിങ്ങൾക്ക് അരിശം വരും. നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും പറയാതെ വരുമ്പോൾ നിങ്ങൾക്ക് അരിശം വരും. നിങ്ങൾ തല്ലും. കുഞ്ഞുങ്ങളെ തല്ലരുതേ. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം, കുഞ്ഞുങ്ങളെ തല്ലരുത്. സ്നേഹമായിട്ട് ഉപദേശിക്കണം. അമ്മമാർ ഉപദേശിക്കുന്നതാണ് നല്ലത്. പിന്നെ അച്ഛന്മാർ ഉപദേശിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ പിന്നെ നല്ല രീതിയിൽ വളർത്തണം. കുട്ടികൾക്ക് എങ്ങനെ ജന്മം കൊടുക്കണമെന്ന് അറിയാത്തവരാ ഭൂമിയിലെ നല്ലൊരു ശതമാനം പേരും. ജനിതക തകരാറില്ലാത്തൊരു കുട്ടിക്ക് ജന്മം കൊടുക്കണം. അതിന് വിവാഹിതരാകാൻ പോകുന്ന ദമ്പതിമാർ കുറഞ്ഞത് 6 മാസത്തെ നോയമ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇറച്ചി മീനും കൂട്ടുന്നില്ല, മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, മുറുക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പിന്നെ ഒന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല. നോയമ്പ് തീർന്നില്ല. കലി, കോപം, കുശുമ്പ്, അസൂയ, ദുർചിന്ത, അലസത, മടി, പ്രതികാരചിന്ത, പിന്നെ ക്ഷമയില്ലാതെ വരിക. ദീർഘക്ഷമ വേണം. സർവ്വചരാചരങ്ങളെ സ്നേഹിക്കണം. അതിരാവിലെ ഉണരണം. ശരീരശുദ്ധി വരുത്തണം. നിങ്ങളുടെ ഈശ്വരനെയും ഈശ്വരിയെയും പ്രാർത്ഥിക്കണം. വൈകിട്ടും അതുപോലെ പ്രാർത്ഥിക്കണം. എപ്പോഴാണോ മനസ്സിൽ ദുർചിന്ത വരുന്നത് അപ്പോഴൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നെഗറ്റീവ് എനർജി നിങ്ങളിൽ വരാൻ നിങ്ങൾ അനുവദിക്കരുത്. നെഗറ്റീവ് എനർജി വന്നാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഒരു ചിന്ത പ്രവൃത്തിയാകാൻ പിന്നെ കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ പകുതി സമയം മതി. കണ്ണിമയ്ക്കുന്ന സമയമെന്ന് പറയും. പ്രവൃത്തിയാകും. ഈയിടെ പിന്നെ എൻ്റെ ഒരു സഹോദരൻ്റെ മകൻ, സഹോദരനോ സ്വന്തം സഹോദരൻ്റെ വകയിലൊരു സഹോദരൻ്റെ മകൻ പരീക്ഷയ്ക്ക് മാർക്ക് അമ്മ നോക്കിയപ്പം, അമ്മ ടീച്ചറാണ്, കുറവാണ്, വലിയ കുറവൊന്നുമില്ല, 50 കിട്ടിയില്ല, 49 കിട്ടിയുള്ളൂ. നിൻ്റെ അപ്പനിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞു. അമ്മ അടുക്കളയിൽ പണി ചെയ്തു. അവൻ എന്ത് ചെയ്തു? ജനലിൽ ഒരു ഷാള് തൂക്കി അങ്ങ് ആത്മഹത്യ ചെയ്തു. അപ്പം വരുമ്പം ഇനി വഴക്കുണ്ടാക്കത്തില്ലല്ലോ. ഇതാ ഭൂമിയിൽ പിന്നെ കുട്ടികളോട് ഇടപെടാൻ നിങ്ങൾ പഠിക്കണം. സ്നേഹമായിട്ട് പറയണം, മോനെ സാരമില്ല, ഒരു മാർക്കല്ലേ കുറഞ്ഞുള്ളൂ,
സാരമില്ലടാ, അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം. ഇനി അവന് മുട്ടയാ കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യരുത്. സാരമില്ലടാ മോനെ. മുട്ട എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല, 0. സാരമില്ല മോനെ, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. അമ്മയും കൂടെ പറഞ്ഞു തരാം, അല്ലെ അച്ഛനൂടെ പറഞ്ഞു തരാം, നിനക്കറിയാൻ മേലാത്ത വിഷയമൊക്കെ ഞങ്ങൾ പറഞ്ഞ്. ഇങ്ങനെ വേണം ഇടപെടാൻ. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വഴക്കും അടിയും. അയ്യോ, കുട്ടികളും അടുക്കും. ഒന്നാമത് പല കുട്ടികളും ജനിതക തകരാറിലാണ് ജനിച്ചിരിക്കുന്നത്. ജനിതക തകരാറ് അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ വഴക്ക് പറച്ചിലും ശകാരവും കൂടെ ആകുമ്പം, ഈയിടെ ഒരു കുട്ടിക്ക്, എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്ക് 50-ൽ 47 മാർക്കുണ്ട്. തന്ത എന്തോ വഴക്കാരെന്നറിയാമോ, ഇവിടുന്ന് എന്തിനാടി 3 മാർക്ക് കുറഞ്ഞത്, നിന്നെ എന്തിനാ പഠിക്കാൻ വിടുന്നത്, ഇനി മേലാൽ ഇങ്ങനെ മാർക്ക് കുറച്ച് മേടിച്ചുകൊണ്ട് വരരുത്. എന്നാൽ അതിനോട് സ്നേഹമായിട്ട്, മോളെ സാരമില്ല, 3 മാർക്കല്ലേ കുറഞ്ഞുള്ളൂ, അതിനെ മനപ്രയാസപ്പെടുത്തുക. ഈ പറഞ്ഞ ആൾ പിന്നെ പഠിക്കുന്ന കാലത്ത് 0 ആയിരുന്നു പലതിനും. ഇതാ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് മറന്നിട്ട് കുട്ടികൾ അങ്ങ് നന്നാകണം. എങ്ങനെ നന്നാകും? ജനിതക തകരാറില്ലാതെ ജനിക്കണം. നന്നാകണമെങ്കിൽ പിന്നെ രാവിലെയും വൈകിട്ടും കുട്ടികളെ പ്രാർത്ഥിപ്പിക്കണം, നല്ല ഉപദേശം കൊടുക്കണം, എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഇരുത്തണം. മൊബൈൽ ഫോൺ ഒത്തിരി സമയം കൊടുക്കരുത്. അവരെന്തൊക്കെയാണ് മൊബൈൽ ഫോണിൽ എഴുതുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? മെസ്സേജ് അയക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് സെക്സിന് മെസ്സേജ് അയക്കുന്നുണ്ട്. 8-ലും 9-ലും പഠിക്കുന്ന കുട്ടികൾ വേണേ മൊബൈലൊന്ന് മേടിച്ച് നോക്കണം. അപ്പോൾ ഇതൊക്കെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. ഇനിയും തുടരുന്നുണ്ട്. താങ്ക് യു.